ഈ റമദാൻ ആരംഭിക്കുമ്പോഴേക്കും വ്യത്യസ്ത തരം ചൊറിയണങ്ങളുമായി പലയിടങ്ങളിൽ കാത്തിരിക്കുന്ന കുറേ ചൊറിയണങ്കാരുണ്ട്. അടുത്ത ആഴ്ച മുതൽ പോസ്റ്റുകൾ തുടങ്ങും. മലപ്പുറത്ത് ചെന്ന് വെള്ളം കുടിക്കാതെ വലഞ്ഞു, ഹോട്ടലിൽ കഴിക്കാൻ ചെന്നപ്പോൾ നോമ്പായതുകൊണ്ട് തരത്തില്ലെന്ന് പറഞ്ഞു, പച്ചവെള്ളം കിട്ടാതെ രോഗികൾ വലഞ്ഞു, പിന്നെ അങ്ങ് ശൂന്യാകാശ സഞ്ചാരികൾക്ക് നോമ്പായത് കാരണം കേരളത്തിൽ നിന്ന് വായു ലഭിക്കുന്നില്ല തുടങ്ങിയ വായു ഗുളികളുമായി ഒരുപാട് ആളുകൾ ഇറങ്ങും. അതുകൊണ്ട് ദയവായി നോമ്പാവുമ്പോൾ എല്ലാവരും മുൻകൂട്ടി അതിനാവശ്യമുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കി കൈകാര്യം ചെയ്ത് ഈ ബാക്കിയുള്ള നോമ്പുകാരടയ്ക്കുന്ന കടകൾക്ക് പകരമായി ഇഷ്ടംപോലെ കടകൾ തുറന്ന് ആവശ്യമുള്ളവർക്കെല്ലാം ഭക്ഷണം നൽകുന്നതിനുള്ള ഒരു ഏർപ്പാടുണ്ടാക്കണം. ഈ നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആ നോമ്പ് പിടിച്ച നാവ് കൊണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ പറയുന്നതിനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വെറുതെ പറയിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പറയാനിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ട്രെയിലർ പോലെ ഒരു സാധനം കണ്ടത്. കേരള മുസ്ലിം യൂത്ത് ഫെഡറേഷൻ്റെ ഇലവുപാലം ഷംസുദ്ദീൻ മന്നാനി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയാണ് ശ്രദ്ധയിൽപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ഞാനും ഈ വാർത്ത കണ്ടിരുന്നു. ആദ്യം കണ്ടപ്പോൾ തന്നെ ഒന്ന് നെഞ്ച് കത്തി. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി സാറൊക്കെ കത്തി നിൽക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ പോലെ കേരളത്തിൻ്റെ ചരിത്രം അടയാളപ്പെടുത്തപ്പെട്ട, കേരളത്തിൻ്റെ ജാതകം തിരുത്തി എഴുതിയ ഒരു വലിയ മനുഷ്യൻ്റെ പ്രതിമ അടിച്ച് തകർത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തയാണ് കണ്ടത്. മലപ്പുറത്ത് ശ്വാസം കിട്ടാതെയും കോളേജ് നടത്താൻ കഴിയാതെയും ബുദ്ധിമുട്ടുന്ന കാലത്ത് ഇനി ശ്രീനാരായണ ഗുരുദേവന് പോലും ചില സമുദായക്കാരെ കൊണ്ടുകൂടി ഇരിക്കാൻ വയ്യ എന്ന് പറയുന്ന വെള്ളാപ്പള്ളി സാറിൻ്റെ പ്രസ്താവന വരുമോ എന്ന് ഭയന്നിരിക്കുമ്പോൾ ആ വാർത്തയിൽ ഒരു പേരും കാണാതെ വന്നപ്പോൾ ഞാനങ്ങ് ഉറപ്പിച്ചു, എന്തായാലും ഇത് ഔഷധമൂല്യമുള്ളവരല്ല. ഔഷധമൂല്യമുള്ളവരാണെങ്കിൽ ആ പേര് വെണ്ടയ്ക്ക അക്ഷരത്തിൽ ആദ്യമേ വന്നേനെ. കൗമുദി അടക്കമുള്ള ചാനലിലൊക്കെ ഓൺലൈൻ ചർച്ച, കേരളത്തിലെ എത്ര പ്രതിമകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്, ആരൊക്കെയാണ് പ്രതികൾ എന്നൊക്കെ വന്നേനെ. ഏതായാലും സ്വബോധമുള്ള ഒരുത്തനും ഇത് ചെയ്യില്ല. ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരെന്ന് എനിക്കറിയാം. സംഗതി ഇന്ന് ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവന കണ്ടപ്പോഴാണ് ഞാനിതിൻ്റെ കഥ കുറച്ചുകൂടി അറിഞ്ഞത്. ഒരാളവിടെ വരുന്നു, അയാൾ സമീപ പ്രദേശത്തനാണ്, അയാൾക്ക് ചില സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നു. ഞാനതൊക്കെ പറയാത്തത് ഇതൊക്കെ പോലീസ് കണ്ടുപിടിക്കേണ്ടതായതുകൊണ്ടാണ്. അയാൾ അവിടെ വന്ന് വലിയൊരു കൊടിമരം ഒടിക്കുന്നു, എന്നിട്ട് നേരെ കയറി ഈ പ്രതിമയെ അടിച്ച് തകർക്കുന്നത്രേ. എന്നിട്ട് അവിടെ എന്തോ അള്ളാഹു എന്നും 786 എന്നൊക്കെ പറയുന്ന ലോക്കറ്റും ഒക്കെ അവിടെ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ പോകുമ്പോൾ നാട്ടുകാർ ഓടിക്കൂടി പിടിച്ചതാണ് എന്നാണ് പറയുന്നത്. അയാൾ ഒരു മാനസിക വിഭ്രാന്തിയുള്ള ആളാണെന്നാണ് ഒടുവിലത്തെ റിപ്പോർട്ട്. ഈ മാനസിക വിഭ്രാന്തിയുടെ കാരണം കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം മാനസിക വിഭ്രാന്തി ജന്മനാ ചില പ്രത്യേക സൈക്കോസിസ്, ന്യൂറോസിസ്, ഷീസോഫ്രീനിയ എന്നൊക്കെ പറയുന്ന അസുഖം മൂലം ഉണ്ടാവുന്നവരെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇത് നിരന്തരം ഇരുന്ന് കണ്ട് ഈ ഉന്മൂലന സിദ്ധാന്തം നടപ്പിലാക്കണമെന്ന് ആഗ്രഹിച്ച് ഭ്രാന്ത് പിടിച്ച് അതിനെന്ത് മാർഗം തേടുമെന്ന് ചോദിക്കുമ്പോൾ നേരിട്ടല്ലാത്ത ഇതുപോലെയുള്ള കുറുക്കു വഴികൾ തേടിയാൽ സാധ്യമാകും എന്ന് സാധിക്കുന്ന ഒരു വ്യത്യസ്ത തരം മാനസിക രോഗം. അതിൻ്റെ ഒരു വിവിധ ഭാഗങ്ങളിൽപ്പെട്ടതാണ് ഈ പറയുന്ന മുസ്ലിങ്ങൾ അങ്ങനെ നേടി, ക്രിസ്ത്യാനി ഇങ്ങനെ നേടി എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും നിലവിളിക്കുന്നത് തന്നെ ഈ ഒരു മാനസികാവസ്ഥയുടെ ഭാഗമാണ്. അവർക്കറിയാം ഇതൊന്നും സത്യമല്ലെന്ന്. പക്ഷേ എങ്ങനെയെങ്കിലും തങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ഗുണം കിട്ടാനും തങ്ങൾ വിയോജിക്കുന്നവർ നശിച്ചു പോകാനും ഇല്ലാതാവാനുമുള്ള ആഗ്രഹത്തിൽ നടത്തുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഈ സംഗതി. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കാര്യവും നടന്നത്. ഏതായാലും അതിങ്ങനെയൊക്കെ കണ്ടുപിടിച്ചതുകൊണ്ട് തൽക്കാലം പരിക്കില്ലാതെ ഊരി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അന്വേഷണമൊന്നും വലുതായിട്ട് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മലയാളികളോട്, കേരളീയരോട്, ഇനിയും മതഭ്രാന്ത് ബാധിച്ചിട്ടില്ലാത്തവരോട് പറയുന്നു, ചേർന്ന് തന്നെ നിൽക്കണം. ഏത് വാർത്തയും ഏത് സംഭവങ്ങളും അതിൻ്റെ മെറിറ്റിൽ കൈകാര്യം ചെയ്യുകയും വേണം.